വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം നടപ്പിലാക്കാനായി മണ്ഡല പുനർനിർണയത്തിനായുള്ള 131ാം ഭരണഘടനാ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. വനിതാ സംവരണത്തിനായി സീറ്റുകൾ വർദ്ധിപ്പിക്കുന്ന പുതിയ ഫോർമുല സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ ഇന്ന് പാർലമെന്റിൽ വിശദീകരിച്ചേക്കും എന്നാണ് വിവരം. നിലവിൽ ഒരു സംസ്ഥാനത്തുമുള്ള ആകെ മണ്ഡലങ്ങളിൽ 50% വർധന വരുത്തുക എന്ന നിർദ്ദേശമാകും വെക്കുകയെന്നാണ് സൂചന. 2011 ജ്ഞാനേഷുകുമാരിയുടെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം എന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. അങ്ങനെ വന്നാൽ കേരളമടക്കം ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പാർലമെന്ററി പ്രാതിനിധ്യ ശതമാനം വല്ലാതെ കുറയും. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് ഇന്ത്യ മുന്നണി യോഗം ചേരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. KP അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, ചരിത്ര പ്രാധാന്യമുള്ള ഒരു ബില്ലാണ്. ഇതിൻ്റെ നിരവധിയായ പ്രത്യാഘാതങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പശ്ചാത്തലമുണ്ട്. വ്യത്യസ്ത നിലപാടുകളുമായി രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ മുന്നിലുണ്ട്. ഭരണപക്ഷത്തിന് അവരുടേതായ ന്യായങ്ങളുമുണ്ട്. എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും അതൊക്കെ മറികടന്ന് ഈ ബില്ല് ഇരുസഭകളും പാസ്സാക്കാൻ തന്നെയല്ലേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യത? രഞ്ജിത്ത്, ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും ചരിത്രപരമായ ഒരു നീക്കം അല്ലെങ്കിൽ വിപ്ലവകരമായ ഒരു നീക്കം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ലോക്സഭയിലെ അംഗങ്ങളുടെ എണ്ണം 1/3 വനിതകൾക്കായി മാറ്റിവെക്കുന്ന സുപ്രധാനമായ ഒരു നീക്കം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് NDA സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ വനിതാ സംവരണം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി മണ്ഡല പുനർനിർണയം നടപ്പിലാക്കുക എന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ആണ് ഇന്ന് പാർലമെന്റിലേക്ക് എത്തുന്നത്. എന്നാൽ ഏറെ വിവാദങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഇടയിലാണ് ഈ ബില്ല് പാർലമെന്റിലേക്ക് എത്തുന്നത് എന്നതാണ് പ്രത്യേകത. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പ്രതിപക്ഷം ഉന്നയിക്കുന്നത് വനിതാ സംവരണത്തിൻ്റെ പേരിൽ മണ്ഡല പുനർനിർണയം ഉൾപ്പെടെ അട്ടിമറിക്കുവാനും അതിലൂടെ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം ഭരണം ഉറപ്പിക്കാനുമുള്ള BJPയുടെയും NDAയുടെയും തന്ത്രമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ ലോക്സഭയിൽ 543 അംഗങ്ങൾ ആണ് ഉള്ളത്. ഈ 543 അംഗങ്ങളുടെ എണ്ണം എന്നത് മണ്ഡല പുനർനിർണയം പൂർത്തിയാകുമ്പോൾ 850 എന്ന നിലയിലേക്ക് എത്തും. അതായത് സംസ്ഥാനങ്ങൾക്ക് 815 സീറ്റുകളും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് 35 സീറ്റുകളും അങ്ങനെ 850 എന്ന നിലയിലേക്ക് എത്തുമ്പോൾ എന്താണ് ഇതിൻ്റെ മാനദണ്ഡം എന്നത് സംബന്ധിച്ച് ആണ് ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നത്. അതായത് ഒരു സമിതിയെ രൂപീകരിക്കുമെന്നും ആ സമിതിയായിരിക്കും ഓരോ സംസ്ഥാനങ്ങളിലെയും ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ വരുത്തേണ്ട വർധനവ് സംബന്ധിച്ച് തീരുമാനം എടുക്കുക എന്നതുമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉള്ള അറിയിപ്പ് എന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ജനസംഖ്യാ അനുപാതത്തിൽ ആയിരിക്കും ഈ മണ്ഡലങ്ങളുടെ പുനർനിർണയം നടത്താൻ പോകുന്നത് എന്നതുകൂടിയാണ് പ്രതിപക്ഷം പറയുന്നത്. അങ്ങനെ ജനസംഖ്യ അടിസ്ഥാനത്തിൽ ആണ് ഇത്തരത്തിൽ മണ്ഡല പുനർനിർണയം നടത്തുന്നത് എങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അത് വലിയ തോതിൽ നഷ്ടം ഉണ്ടാക്കും എന്നുള്ളതാണ് പ്രതിപക്ഷ. ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിനൊക്കെ 2011 സെൻസസ് മാത്രം അടിസ്ഥാനമാക്കിയാണ് എങ്കിൽ 23 സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യത മാത്രമാണുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ 20 സീറ്റുകളുണ്ട്. എന്നാൽ 50% എന്ന ഫോർമുല, ജനസംഖ്യാ വർധനയ്ക്ക് പുറമെ സീറ്റുകളിൽ ഒരു 50% വർധനവ് എന്ന ഫോർമുലയിലേക്ക് ഒരുപക്ഷെ കേന്ദ്രം കടക്കും. അങ്ങനെയാണ് ചില പ്രശ്നപരിഹാര ശ്രമങ്ങൾ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ 30ലേക്ക് എത്തും. അതായത് നമ്മുടെ 140 നിയമസഭാ സീറ്റ് എന്നുള്ളത് അത് നേരെ 210 ആവും. അങ്ങനെ ഒരു ഫോർമുല മുന്നോട്ട് വെച്ചാൽ പ്രതിപക്ഷം എതിർക്കാൻ സാധ്യതയുണ്ടോ? രഞ്ജിത്ത്, തീർച്ചയായും ആ ഫോർമുലയെ പ്രതിപക്ഷം അതിശക്തമായി തന്നെ എതിർക്കും. അതിൻ്റെ കാരണത്തിലേക്ക് വരാം. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ജനസംഖ്യ ആനുപാതികമായിട്ടാണ് മണ്ഡലങ്ങൾ നിർണ്ണയിക്കുന്നത് എങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കണം എന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള തീരുമാനമായിരുന്നുവെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് കാര്യക്ഷമമായി നടപ്പിലാക്കാൻ സാധിച്ചില്ല. എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഈ ജനസംഖ്യാ നിയന്ത്രണം എന്നത് കാര്യക്ഷമമായി നടപ്പിലാക്കി. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആകെ ജനസംഖ്യ പരിശോധിച്ചാൽ അതിൻ്റെ 80% ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആണ്. അതോടൊപ്പം തന്നെ 20% മാത്രമാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളത്. അപ്പോൾ ജനസംഖ്യ ആനുപാതികമായിട്ടാണ് മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കുന്നത് എങ്കിൽ കേരളം പോലെയുള്ള സംസ്ഥാനത്തിന് ഏതാണ്ട് 23 ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അതേസമയം ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്ത് നമ്മൾ പരിഗണിക്കുക, അവിടെ ഇപ്പോൾ 80 ലോക്സഭാ സീറ്റുകളുണ്ട്. 24 കോടി ജനങ്ങൾ ഉള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ആ
ജനസംഖ്യ ആനുപാതികമായിട്ടാണ് എങ്കിൽ ഉത്തർപ്രദേശിൽ ഒരു പക്ഷേ 120 150 ഒക്കെ ലോക്സഭാ സീറ്റുകൾ ഉണ്ടാകും എന്നതാണ് പശ്ചാത്തലം. അതുമാത്രവുമല്ല, പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് ഈ സൂചിപ്പിക്കുന്നത് പോലെ ജനസംഖ്യ ആനുപാതികമായിട്ടാണ് ഈ ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണ്ണയം നടത്തേണ്ടത് എങ്കിൽ അത് 880 സീറ്റുകളിൽ ഒതുങ്ങില്ല, മറിച്ച് ഏതാണ്ട് 1200-നും 1400-നും ഇടയിലുള്ള ലോക്സഭാ സീറ്റുകളിലേക്ക് എത്തും എന്നുള്ളതാണ് രഞ്ജിത്ത് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നത്. അതിന് പരിഹാരം എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഫോർമുല, അതായത് എല്ലാ സംസ്ഥാനങ്ങളിലെയും മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ 50% വർധനവ് വരുത്തുക. ഉദാഹരണത്തിന് ഉത്തർപ്രദേശിൽ 80 സീറ്റുകൾ ആണ് ഉള്ളത്. ഉത്തർപ്രദേശിൽ 50% സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ അത് 120 എന്നതിലേക്ക് എത്തും. കേരളത്തിൽ ഇപ്പോൾ 20 സീറ്റുകൾ ആണ് ഉള്ളത്. കേരളത്തിലെ സീറ്റുകളുടെ എണ്ണം 30 ഉയരും. എന്നാൽ ഈ ഫോർമുല അംഗീകരിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറല്ല. അതിന് കാരണമായി പ്രതിപക്ഷം പറയുന്നത് ഈ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോൾ കേരളത്തിൽ 30 സീറ്റുകളായി ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ ഈ 30 സീറ്റുകൾ വർദ്ധിക്കുന്നു എന്നതുകൊണ്ട് BJPക്ക് കാര്യമായ ഒരു വളർച്ചയോ അല്ലെങ്കിൽ NDAക്ക് വലിയ നേട്ടമോ ഉള്ള സംസ്ഥാനമല്ല കേരളം എന്ന് നമുക്കറിയാം. അപ്പോൾ 30 സീറ്റുകളിലും NDAക്ക് വലിയ നേട്ടം കൈവരിക്കാൻ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സാധിക്കണം എന്നില്ല. ആ പോരായ്മ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉത്തർപ്രദേശിൽ തന്നെ 80 എന്നത് 120 സീറ്റായി മാറുന്നു. അവിടെ BJPക്ക് വലിയ വേരോട്ടം ഉണ്ട്. അപ്പോൾ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് BJPക്ക് വലിയ വേരോട്ടം ഇല്ലാത്തത്. അപ്പോൾ ആ സംസ്ഥാനങ്ങളുടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു എന്നതുകൊണ്ട് കാര്യമില്ല. അതിന് മറികടക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഹിന്ദി ഹൃദയഭൂമിയിലെ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതൊരു ടെക്നിക്കാണ് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പ്രതിപക്ഷം പറയുന്നത് ഞങ്ങൾ വനിതാ സംവരണത്തെ എതിർക്കുന്നില്ല, കാരണം 2023 ഈ വനിതാ സംവരണം നടപ്പിലാക്കാൻ തീരുമാനിക്കുമ്പോൾ അതിനെ സ്വാഗതം ചെയ്തവർ ആണ്. എന്തുകൊണ്ട് നിലവിലെ 543 നിയമസഭാ സീറ്റുകളിൽ 33% സംവരണം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല? അങ്ങനെ ഒരു സംവരണം നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് എങ്കിൽ തീർച്ചയായും അതിനോട് 100% പിന്തുണയ്ക്കും എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. കേരള മുഖ്യമന്ത്രി ഇന്ന് വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ആ ബിൽ ലോക്സഭയുടെ പരിഗണനയ്ക്ക് വരികയാണ് എന്നുള്ളതാണ്. 2011 സെൻസസ് അടിസ്ഥാനമാക്കി ഉള്ള പുനർനിർണയമാണ്. ഒപ്പം ഒരു 50% ഫോർമുല കൂടി കേന്ദ്രം മുന്നോട്ട് വെക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇതിനെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലം പ്രധാനമായും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആശങ്കയാണ് അവർ പങ്കുവെക്കുന്നത്. UP പോലെയുള്ള നമുക്കറിയാം വലിയ സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കും, നിയമസഭാ സീറ്റുകളുടെ എണ്ണവും വർദ്ധിക്കും. സ്വാഭാവികമായും അത് ഗുണം ചെയ്യുക BJPക്കാകും എന്നുള്ള ആശങ്ക കൂടിയാണ് ഈ പാർട്ടികളുടെ എതിർപ്പിന് പിന്നിൽ എന്നുള്ളതും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ന് തമിഴ്നാട്ടിലുടനീളം കരിങ്കൊടി പ്രതിഷേധമുണ്ടാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.